അല്ല, തിരുവനന്തപുരത്ത് എൻ ഡി എക്കുണ്ടായ മുന്നേറ്റം, അവരുടെ വിജയവും വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ച് പറയേണ്ട കാര്യവും എൻ ഡി എയുടെയും ബി ജെ പിയുടെയും മുന്നേറ്റത്തെ അവിടെ ചെറുക്കാനുള്ള പദ്ധതി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIM പ്രത്യേകമായി ആലോചിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. പരാജയത്തിൽ പതറിപ്പോവുകയല്ല, മറിച്ച് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് അവിടെ ബി ജെ പിയുടെ വളർച്ച, അപകടകരമായ ബി ജെ പിയുടെ വളരുന്ന ട്രെൻഡിനെ, നമ്മുടെ ഈ പൊതുവെ ഉള്ള ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനൊരു വിജയത്തിലേക്ക് ഈ നിലയിലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് അതിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റം നടത്തിയിട്ടുണ്ടോ, വോട്ട് കൈമാറ്റം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. രണ്ട് തരത്തിൽ ഞാൻ പറയുന്നത്, ഒന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയെ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കുകയും എന്താണാവോ പുതിയ കണ്ടുപിടുത്തം, അതിനെ ആ അപകടത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി അതിനെ അവരുടെ ആഴത്തിലോട്ട് അതിനെ വേരാഴ്ത്തി പോകാതെ ഇതൊരു നടത്തു പോണ മാതിരില്ല അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയമായി CPIM-നുണ്ട്. തീർച്ചയായും ആ ഉത്തരവാദിത്തം CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തുടർന്ന് നിർവഹിക്കും. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. അത് വളരെ വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ അതിൽ രാഷ്ട്രീയമായി നേരിടാനുള്ള നല്ല കരുത്ത് തിരുവനന്തപുരത്തെ പാർട്ടിക്കുണ്ട്. അത് തീർച്ചയായും നേരിടുക തന്നെ ചെയ്യും. പൊട്ടന്ന ലോകപൊട്ടനാണ്, പൊട്ടന്ന ലോകപൊട്ടൻ, ലോകപൊട്ടനാണ് ഇത് പറയുന്നത്.